ഹായ് ഫ്രണ്ട്സ്, ഓൾ ഇന്ത്യ സോളോ ബൈക്ക് റൈഡിൻ്റെ പുതിയ വീഡിയോ ഒറീസയിലെ കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഭുവനേശ്വറിൽ നിന്നും 65 കിലോമീറ്റർ ദൂരെയായി ബംഗാൾ ഉൾക്കടലിൻ്റെ സമീപമായി പുരി സ്ഥിതി ചെയ്യുന്നു. പുരി ജില്ലയിലെ ഒരു ചെറിയ പട്ടണമാണ് കൊണാർക്ക്. പുരിയിൽ നിന്ന് കൊണാർക്കിലേക്ക് 36 കിലോമീറ്റർ ഉണ്ട്. പുരിയിൽ നിന്ന് കൊണാർക്കിലേക്ക് പോകുന്നത് ബീച്ച് സൈഡിൽ കൂടെയാണ്. നല്ല റോഡാണ്. കുറേ ഭാഗങ്ങൾ ഫോറസ്റ്റിലൂടെയുമാണ്. അതുകൊണ്ട് ഈ ക്ഷേത്രം വളരെ കൊല്ലങ്ങളോളം 100-200 കൊല്ലങ്ങളോളം ഇത് കാടിനുള്ളിൽ പെട്ടുപോയി, ഇതാരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് ഒരു ചരിത്രമുണ്ട്. പിന്നീട് വന്ന രാജാക്കന്മാരോ ബ്രിട്ടീഷുകാരോ ആണ് ഇത് കണ്ടുപിടിച്ചതെന്നും ചരിത്രം രേഖപ്പെടുത്തുന്നു. ഈ ക്ഷേത്രം 13-ാം നൂറ്റാണ്ടിലാണ് നിർമ്മിച്ചതെന്നാണ് പറയപ്പെടുന്നത്. നരസിംഹദേവ ഒന്നാമൻ്റെ ഭരണകാലത്ത് കറുത്ത കരിങ്കല്ലിൽ നിർമ്മിച്ച ബ്ലാക്ക് പഗോഡ എന്നറിയപ്പെടുന്ന സൂര്യക്ഷേത്രത്തിൻ്റെ സ്ഥലമാണ്. ഈ ക്ഷേത്രം ലോക പൈതൃക സ്ഥലവുമായും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ക്ഷേത്രം ഭൂരിഭാഗവും ഇപ്പോൾ നശിച്ച നിലയിലാണ്. 13-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച സൂര്യക്ഷേത്രം 7 കുതിരകൾ വലിക്കുന്ന 12 ജോഡി അലങ്കാര ചക്രങ്ങളുള്ള സൂര്യദേവനായ സൂര്യൻ്റെ രഥമയമാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് കൊണാർക്ക് ബീച്ചിൻ്റെ ചില ഭാഗങ്ങളാണ്. ഇവിടെ നിന്ന് 3 കിലോമീറ്ററും കൂടി മാറിയാലാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ബീച്ചായി കണക്കാക്കപ്പെടുന്ന ചന്ദ്രഭാഗ ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. ഈ ബീച്ചിന് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ നേടുന്ന ഇന്ത്യയിലെ ആദ്യ ബീച്ചായും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നല്ല വൃത്തിയുള്ള ഒരു ബീച്ചാണ്. ഇവിടെ നിന്ന് 3 കിലോമീറ്ററാണ്. ഇതതിൻ്റെ ചില സൈഡുകൾ മാത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് കുറച്ച് ദൂരമയം കൂട്ടിയുള്ളൂ ക്ഷേത്രത്തിലേക്ക്. സൂര്യക്ഷേത്രത്തിന് യൂറോപ്യൻ നാവികരാണ് കറുത്ത പഗോഡ എന്ന് വിളിച്ചിരുന്നത്. കാരണം ഇത് കറുത്തതായി കാണപ്പെടുന്ന ഒരു വലിയ ടവർ പോലെയായിരുന്നു ഈ ക്ഷേത്രം. അതുകൊണ്ട് പുരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തെ വൈറ്റ് പഗോഡ എന്നും വിളിച്ചിരുന്നു. 2 ക്ഷേത്രങ്ങളും ബംഗാൾ ഉൾക്കടലിൽ നാവികരുടെ പ്രധാന ലാൻഡ്മാർക്കുകളായി. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സംസ്കാരത്തിൽ പൈതൃകത്തിൻ്റെ പ്രാധാന്യം സൂചിപ്പിക്കാൻ വേണ്ടി നമ്മുടെ പുതിയ 10 രൂപ നോട്ടിൽ ഒരു വശത്ത് കൊണാർക്ക് സൂര്യക്ഷേത്രം ചിത്രീകരിച്ചിട്ടുമുണ്ട്. അങ്ങനെ നമുക്കും ആ കറുത്ത പഗോഡ ദൃശ്യമായി. ഈ കാണുന്നതാണ് സൂര്യക്ഷേത്രം. നല്ല സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ട്. സെക്യൂരിറ്റി ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഞാൻ അകത്തേക്ക് കടന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സൂര്യക്ഷേത്രം നശിച്ച ഭാഗങ്ങളാണ് ഒത്തിരി കാണാനൊക്കെ പറ്റുന്നത്. ഇത് 1568 ബംഗാൾ സുൽത്താൻ സുലൈമാൻ ഖാൻ ഖറാനിയുടെ ജനറലായിരുന്ന കലാഹാദിൻ്റെ സൈന്യം കൊണാർക്ക് ക്ഷേത്രത്തിന് കേടുപാടുകൾ വരുത്തിയെന്നും ഒരു ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അത് ക്ഷേത്രത്തിൻ്റെ മുമ്പിലുള്ള ഒരു മണ്ഡപമാണ്. ഇതിലും ഒത്തിരി കൊത്തുപണികളിലൂടെയാണ് ഇതും നിർമ്മിച്ചിരിക്കുന്നത്. ഈ മണ്ഡപത്തിന് പുറകിലായാണ് പ്രധാന നമ്മുടെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിസങ്കീർണമായ കൊത്തുപണികളുള്ള ഒരു പ്ലാറ്റ്ഫോമിലാണ് ക്ഷേത്രവും ഈ മണ്ഡപങ്ങളും നിർമ്മിച്ചിരിക്കുന്നത്. ചുമരുകളിലും അനേകം കൊത്തുപണികൾ കാണുന്നു. സംഗീത ഉപകരണങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന സ്ത്രീ പുരുഷ ശിലാപ്രതിമകൾ എല്ലാം അടങ്ങിയിരിക്കുന്ന ഹിന്ദു ദേവതാ ശില്പങ്ങൾ, അപ്സരസുകളുടെ ചിത്രങ്ങൾ, കൂടാതെ ധർമ്മരംഗങ്ങൾ, മൃഗങ്ങൾ, ജലജീവികൾ, പക്ഷികൾ മുതലായവയുടെയും ചിത്രങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഈ കാണുന്നതാണ് യഥാർത്ഥത്തിൽ സൂര്യക്ഷേത്രം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സൂര്യൻ്റെ രഥമായാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്ന്. ചില ചക്രങ്ങൾക്ക് 3 മീറ്റർ വീതിയുണ്ട്. 7 കുതിരകൾ വലിക്കുന്ന, നമുക്ക് ദൃശ്യത്തിൽ നോക്കിയാൽ അറിയാം, 7 കുതിരകൾ വലിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ രൂപകൽപ്പന. അതിൽ ഒരു കുതിര ഇവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ ചക്രത്തിനും 3 മീറ്റർ വീതിയുണ്ട്. ടൂറിസ്റ്റുകളെല്ലാം എത്തി തുടങ്ങിയിട്ടുണ്ട്. ഗൈഡുകൾ അതൊക്കെ വിവരിക്കുന്നുണ്ട്. ടൂറിസ്റ്റുകൾ ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് ഇതിൻ്റെ എല്ലാം വർണ്ണനകൾ കണ്ട് കേട്ടും നടക്കുകയാണ്. ഈ കാണുന്ന ഇതുപോലുള്ള ഈ വീലുകൾക്ക് വളരെയധികം പ്രത്യേകതയുള്ള വീലുകളാണ്. സൺഡെയിൽ വീലുകൾ എന്നാണ് ഇതറിയപ്പെടുന്നത്. ഈ വീലുകളിൽ സൂര്യപ്രകാശം പതിച്ച് കറക്റ്റ് സമയവും സെക്കൻഡും എല്ലാം കണ്ടുപിടിക്കാമെന്നാണ് അവിടുത്തെ ഗൈഡ് നമ്മളോട് പറഞ്ഞത്.
ഇതിൻ്റെ ഈ ചുമരുകളിൽ ചിലതിലെല്ലാം ചില പാളികളിൽ ആനകൾ, അതുപോലെ തന്നെ മാർച്ചിങ് സൈനികർ, വേട്ടയാടൽ രംഗങ്ങൾ, തലയിൽ സാധനങ്ങൾ കൊണ്ടുപോകുന്ന ആളുകൾ, കാളവണ്ടി, വഴിയരികിൽ ഭക്ഷണം തയ്യാറാക്കുന്ന യാത്രാസംഘം, അങ്ങനെ അനേകം ശിലകൾ മനുഷ്യനെ സംബന്ധിച്ചും സാധാരണക്കാരുടെ ദൈനംദിന ജീവിതത്തെ ചിത്രീകരിക്കുന്നതുമായ അനേകം ചിത്രങ്ങളാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് ആ വീലുകൾ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെയുള്ള ഓരോ ഭാഗത്തുനിന്നും സൂര്യപ്രകാശം ഏൽക്കുന്നതിനനുസരിച്ച് ഇതിലെ സമയം കണ്ടുപിടിക്കാമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നല്ല മൈഥുന ശില്പങ്ങളും ധാരാളം കാണാനുണ്ട്. ഇങ്ങനെ ഇതിലൂടെ വീഡിയോ ചിത്രീകരിച്ച് നടക്കുമ്പോൾ ഒന്നാലോചിച്ച് നോക്കൂ, എത്ര മനുഷ്യർ, എത്ര നാളുകളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ഈ കൊത്തുപണികൾ. നമ്മുടെ ചിന്തയ്ക്ക് അതീതമാണ്. കലാകാരന്മാർക്ക് അന്ന് കൊത്തുപണിക്കുള്ള ആയുധങ്ങൾ ഉളിയും ചുറ്റികയും മറ്റും മാത്രമുള്ള ഒരു സമയത്ത് എന്നുകൂടി നമ്മൾ ആലോചിക്കുമ്പോൾ ഇന്നത്തെ തലമുറയിൽ ജീവിക്കുന്ന നമുക്ക് ചിന്തിക്കാനേ സാധിക്കൂ. ഇന്ന് പുല്ലുവെട്ടാൻ കൂടി യന്ത്രവൽകൃതമായ ഈ സമയത്ത് എല്ലാ പണികൾക്കും യന്ത്രസഹായവും റോബോട്ടിക് സഹായവും ഉള്ള കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇത് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതുപോലുള്ള പല നിർമ്മിതികളും ലോകാത്ഭുതങ്ങൾ തന്നെയാണ്. ഒന്ന് സൂക്ഷിച്ചു നോക്കൂ. പ്രധാന ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ ഇപ്പോൾ മേൽക്കൂരയും യഥാർത്ഥ ഭാഗങ്ങളും ഇല്ലാതായി. അതേപോലെ നടപ്പുര, മെയിൻ ഫ്രണ്ടിൽ വരുന്ന ആ മണ്ഡപത്തിലേക്കുള്ള നടപ്പുര, അതുപോലെ തന്നെ ഊട്ടുപുര, ഇതെല്ലാം ഇല്ലാതായി. ഇങ്ങനെ ഞാൻ ഇതൊക്കെ കണ്ട് പുറത്തിറങ്ങുമ്പോൾ അവിടെ കുറേ ബീമുകൾ, അയൺ ബീമുകൾ വെച്ചിട്ടുണ്ട്. അതെല്ലാം നോക്കി ഈ ക്ഷേത്ര നിർമ്മാണത്തിന് വളരെ പഴക്കം ചെന്ന ബീമുകൾ ഖനനം ചെയ്തെടുത്തിരിക്കുന്നതാണ്. ആർക്കിയോളജിക്കൽ വകുപ്പ് പല സംഭവങ്ങളും ഇവിടെ ഖനനം ചെയ്താണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ ബീമുകളെല്ലാം AD 1250 എന്ന് ഇതിൽ രേഖപ്പെടുത്തി അവിടെ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം കണ്ട് നേരെ ഞാൻ പുരിയിലെ ഉത്സവമാണിന്ന്. പുരി ജഗന്നാഥ ടെമ്പിളിലെ രഥോത്സവം, അത് കാണാൻ വേണ്ടി അവിടേക്കുള്ള യാത്രയിലാണ് ഞാൻ പോകുന്നത്. ഒരു പുരിയിലുള്ള എല്ലാ ഭാഗങ്ങളും മെയിൻ റോഡുകളൊക്കെ അടച്ച് ഇട്ടേക്കാണ്. അപ്പോൾ ഒരു ചെറിയ ഭാഗത്തെ കൂടെ രണ്ട് സൈഡിലും നിറച്ച് വീടുകൾ താമസിക്കുന്ന ഒരു ഏരിയയിൽ കൂടെയാണ് എൻ്റെ യാത്ര. നമുക്ക് ചിത്രങ്ങൾ കണ്ടറിയാം. ഞാൻ എത്തിയപ്പോൾ രാത്രി 9:30 മണിയായിട്ടുണ്ട്. അതുകൊണ്ട് ചിത്രങ്ങളിലെല്ലാം നമുക്ക് നോക്കിയറിയാം. ചിലയിടത്തൊക്കെ മാലബൾബൊക്കെ ഇട്ട് ഉത്സവത്തിനോടനുബന്ധിച്ച് ചില വീടുകളിലൊക്കെ നമ്മുടെ അവിടെ മാലബൾബ് ഇടുന്ന പോലെ മാലബൾബൊക്കെ ഇട്ട് ആണ് അലങ്കാരം ആക്കിയിട്ടുണ്ട് വീടുകൾ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുരിയും ഒഡീഷ സംസ്ഥാനത്തിലെ തീരദേശ നഗരമാണ്. ഒരു മുനിസിപ്പാലിറ്റിയാണ് പുരി. ഇവിടെയാണ് ജഗന്നാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. എല്ലാ വർഷവും 13 പ്രധാന ഉത്സവങ്ങൾ ഈ ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. അതിൽ തന്നെ പ്രധാന ഉത്സവമാണ്, ദശലക്ഷക്കണക്കിന് ആളുകൾ പല ദിവസങ്ങളിലായി പങ്കെടുക്കുന്ന ഒരു ഉത്സവമാണ് രഥയാത്രയും അടക്കമുള്ള ഉത്സവം. ഈ സമയത്ത് തന്നെയാണ് എനിക്കും പുരിയിലെത്തിച്ചേരാൻ സാധിച്ചത്. ശ്രീ ജഗന്നാഥ് ടെമ്പിൾ സന്ദർശിക്കാനും അതുകൊണ്ട് എനിക്ക് സാധ്യമായി. ഈ ഉത്സവത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയുള്ള യാത്രയിലാണ്. പല സ്ഥലങ്ങളിലും റോഡ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. പോലീസുകാർ 4 വീലറുകളൊന്നും കടത്തിവിടുന്നില്ല. 2 വീലറുകൾ ഭാഗ്യത്തിന് കടത്തിവിടുന്നുണ്ട്. സൈക്കിൾ റിക്ഷകളും ഇതിനുള്ളിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ ആ മുമ്പിൽ പോകുന്ന ബൈക്കുകാരൻ എനിക്ക് ഈ പോക്കറ്റ് റോട്ടിൽ കൂടെ പോകുന്ന വഴി പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നതാണ്. ആ യാത്രക്കാരൻ്റെ പിന്നാലെയാണ് എൻ്റെ യാത്ര. അടുത്തൊരു മെയിൻ റോഡിലേക്ക് എന്നെ എത്തിച്ചു തരാമെന്നുള്ള ഉറപ്പോടുകൂടി അങ്ങോരുടെ പുറകെയുള്ള എൻ്റെ ഈ പോക്കറ്റ് റോട്ടിലൂടെയുള്ള യാത്രയിലാണ്. ശ്രീ ജഗന്നാഥ ക്ഷേത്രത്തിനും ഒത്തിരി ഫേമസ് ഉള്ള ഒരു ക്ഷേത്രമാണ്. വിഷ്ണുവിൻ്റെ രൂപമായ ജഗന്നാഥ ദൈവത്തിന് സമർപ്പിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. അവന്തിയിലെ രാജാവ് ഇന്ദ്രദ്യുമ്നൻ ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചു എന്നാണ് വിശ്വസിക്കുന്നത്.
3 പ്രധാന ദേവതകളെ വിപുലമായി അലങ്കരിച്ച രഥങ്ങളിൽ ഇവിടെ വലിക്കുന്നു. ഈ ക്ഷേത്രത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കൃഷ്ണൻ്റെ ഹൃദയം ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് പല ഐതിഹ്യങ്ങളിലും വിശ്വസിക്കപ്പെടുന്നു. ഈ ക്ഷേത്രത്തിലും അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല. ഈ മുന്നിൽ പോകുന്ന ഈ ചേട്ടൻ്റെ പിന്നാലെയാണ് എൻ്റെ യാത്ര. ഇടുങ്ങിയ വഴിയിലൂടെയാണ് എന്നെ കൊണ്ടുപോകുന്നത്. ഈ ക്ഷേത്രം വൈഷ്ണവ ഹിന്ദു ചാർധാം എന്നും അറിയപ്പെടുന്നു. തമിഴ്നാട്ടിലുള്ള രാമേശ്വരം, ഉത്തരാഖണ്ഡിലുള്ള ബദ്രിനാഥ്, ഉത്തർപ്രദേശിലുള്ള ദ്വാരക, ഒറീസയിലുള്ള പുരി, ഈ 4 ക്ഷേത്രങ്ങളും ഇന്ത്യയുടെ പ്രധാന 4 കോണുകളിലായി സ്ഥിതി ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 3 പ്രധാന ദേവതകളെയാണ് ഇവിടെ ഈ രഥങ്ങളിൽ വലിക്കുന്നത്. ജഗന്നാഥൻ, സുഭദ്ര, ബാലഭദ്രൻ എന്നീ ദേവതകളെയാണ്. ഈ യാത്ര അങ്ങനെ എൻ്റെ ഈ പോക്കറ്റ് വഴിയിൽ നിന്ന് ഉത്സവം നടക്കുന്ന മെയിൻ എൻട്രൻസിലേക്ക് എത്തി. കനത്ത പോലീസ് സുരക്ഷയിലാണ് ഉത്സവം നടക്കുന്നത്. വഴിനീളെ CCTV ക്യാമറയും ആ CCTV ക്യാമറയിലെല്ലാം നമ്മളെ വ്യക്തമായി കാണുന്നതിന് വേണ്ടി ഓരോ ചെറിയ വണ്ടികളിലെല്ലാം ജനറേറ്റർ വെച്ച് ആ ജനറേറ്ററിൽ നിന്ന് ഡയറക്റ്റ് നിറച്ച് ലൈറ്റുകളൊക്കെ ഇട്ട്, സ്ട്രീറ്റ് ലൈറ്റ് പോരാതെ ബാക്കിയുള്ളതൊക്കെ ലൈറ്റുകളിട്ട് വിപുലമായ ഒരുക്കങ്ങളാണ് ക്ഷേത്ര കമ്മിറ്റി ഇവിടെ എത്തുന്ന തീർത്ഥാടകർക്ക് വേണ്ടി നടത്തിയിരിക്കുന്നത്. വലിയ പന്തലിട്ട് പന്തലിൽ കുളിക്കാനും അവർ കൊണ്ടുവരുന്ന ലഗേജ് വയ്ക്കാനും കിടക്കാനുമുള്ള സൗകര്യമൊക്കെ ചെയ്ത വലിയ പന്തലുകളെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നമുക്ക് അന്നദാനം ഇഷ്ടം പോലെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ക്ഷേത്രത്തിൻ്റെ ഉത്സവിച്ചുള്ള യാത്ര തുടരുകയാണ്. ഇനി നമുക്ക് ഉത്സവ കാഴ്ചകളുമായി മുന്നോട്ട് പോകാം. ഇതിലെല്ലാം പങ്കുചേർന്ന് ഇന്ന് രാത്രി പുരിയിൽ താമസിച്ച് നാളെ രാവിലെ കൽക്കട്ടയ്ക്കുള്ള യാത്രയിലാണ്. എൻ്റെ നാളത്തെ വീഡിയോയിൽ കൽക്കട്ട യാത്രയായിരിക്കും. ഈ വീഡിയോ കണ്ട് നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്ത് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം.